CPM-ൻ്റെ എല്ലാ കാലത്തും രണ്ട് പക്ഷങ്ങളുണ്ടായിരുന്നു. അതിനെ വേണമെങ്കിൽ ഔദ്യോഗിക പക്ഷമെന്നോ വിമത പക്ഷമെന്നോ നമുക്ക് പറയാം. ആ രണ്ട് പക്ഷത്തും രണ്ട് ആൾക്കാരും ഉണ്ടായിരുന്നു. ഒരു കാലത്ത് പിണറായി VS ആണെങ്കിൽ ഇപ്പോൾ കുറച്ചു കാലം പിണറായി മാത്രമായിട്ട് ഒതുങ്ങി. പക്ഷേ ഇപ്പോൾ വീണ്ടും അത്തരത്തിൽ ഒരു ഗ്രൂപ്പ് പോരിലേക്ക് ആ പാർട്ടി കടക്കുന്നുണ്ട്. അത്തരത്തിലൊരു ഗ്രൂപ്പ് പോര് അതിജീവിക്കാനും മാത്രമുള്ള കെൽപ്പ്, ആരോഗ്യാവസ്ഥ ആ പാർട്ടിക്ക് നിലവിലുണ്ടോ? അല്ല, എല്ലാ കാലങ്ങളിലും ഗ്രൂപ്പിസം ഉണ്ടെന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഈ അടുത്ത കുറച്ച് കാലങ്ങളായിട്ട് പിണറായി വിജയൻ മാത്രമേ ഉള്ളൂ, വേറെ ഗ്രൂപ്പില്ല എന്നൊക്കെ പറയുന്ന വെറുതെയാണ്. പാർട്ടിക്കകത്ത് പിണറായിക്കെതിരെ എതിർ ശബ്ദം ഉണ്ടായിരുന്നു. അപ്പോൾ ആ എതിർ ശബ്ദം ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ആ എതിർ ശബ്ദം പുറത്തും വരുന്നുണ്ട്. ഇലക്ഷൻ കഴിയുന്നത് വരെ, ഇലക്ഷൻ മുമ്പ് പിണറായി മാത്രം, അത് പുറമേ പറച്ചിലാണ്. കാര്യം പിന്നെ ഈ ഇലക്ഷൻ നടന്ന സമയത്ത് കൊടുത്തിരുന്ന പരസ്യവാചകം പോലും ഇപ്പോൾ വിമർശനത്തിന് വിധേയമായി P. രാജീവൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ അന്ന് തന്നെ നമ്മളെപ്പോലെ മാധ്യമമേഖലയിൽ നിൽക്കുന്നവരൊക്കെ തന്നെ പറഞ്ഞിരുന്നു, ഇലക്ഷൻ കഴിഞ്ഞാൽ ഇതിൻ്റെ പഴി മൊത്തത്തിൽ പിണറായിയുടെ പേരിൽ വരും എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അന്നും എപ്പോഴും അങ്ങനെയാണ്, പ്രേമനറിയാലോ, എപ്പോഴും ഇവർക്കൊരു തെറ്റ് പറ്റി കഴിയുമ്പോഴാണ് ഇവർ പറയുന്ന പോലെ തെറ്റ് തിരുത്താനായി പോകുന്നത്. തെറ്റ് സംഭവിക്കാതിരിക്കാൻ ഇവർ നോക്കൂല. അപ്പോൾ ഞങ്ങളല്ലാതെ മറ്റാരുണ്ട്, ഇതായിരുന്നു ഒരു പരസ്യവാചകം. ആ പരസ്യവാചകം എന്ത് പോഷത്തരമാണ് എന്നുള്ളത് P. രാജീവിന് ഇപ്പോഴാണ് ബോധമുണ്ടായത്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ പറയുന്ന, ഇപ്പോൾ ഈ തരത്തിലൊരു സംസാരം വരാൻ കാര്യം, ഈ കഴിഞ്ഞ ദിവസം EMS-ൻ്റെ ഒരു അനുസ്മരണ പരിപാടി ഉണ്ടായിരുന്നു. EMS-ഉം ലോകവും എന്ന് പറഞ്ഞുകൊണ്ട് EMS-ൻ്റെ ലോകം എന്ന് പറഞ്ഞുകൊണ്ടൊരു പരിപാടി മലപ്പുറത്തുണ്ടായിരുന്നു. മലപ്പുറത്ത് നടക്കുമ്പോൾ ഈ ബേബി ആയിരുന്നു ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ബേബി അവിടെ ഈ പറയുന്ന പോലെ പാർട്ടിക്കകത്തുണ്ടായ സ്ഥാനാർത്ഥി നിർണയം ഇപ്പോൾ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിയായിട്ട് P.K. ശ്യാമളയെ, ഗോവിന്ദൻ്റെ ഭാര്യയെ കൊണ്ടുവന്നതിനെക്കുറിച്ച് അദ്ദേഹം അവിടെ സംസാരിച്ചു. അത് തെറ്റാണെന്ന് ജില്ലാ ഘടകം പറഞ്ഞു, സംസ്ഥാന നേതൃത്വം അതിനെ അംഗീകരിച്ചു. ഇങ്ങനെയുള്ള പാർട്ടിക്കകത്തുള്ള വിഷയങ്ങൾ, ഉൾപാർട്ടി രാഷ്ട്രീയം, അതായത് ഉൾപാർട്ടിക്കകത്തുള്ള വിഷയങ്ങൾ ഗോവിന്ദനെതിരെ തിരിക്കാനും പിണറായിക്കെതിരെ തിരിക്കാനും അദ്ദേഹം അങ്ങനെ ഒരു ഭംഗ്യന്തരേണ ഒരു വർത്തമാനം നടത്തി. സത്യത്തിൽ അത് പാർട്ടിയെ നന്നാക്കാനെന്ന രീതിയിലായിരിക്കാം ബേബിയുടെ സ്വഭാവം അങ്ങനെയാണ്. ഈ ബേബി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയപ്പോഴേ തന്നെ ഈ മുഖ്യധാര മാധ്യമങ്ങളിലുള്ള പല ജേർണലിസ്റ്റുകളും പറഞ്ഞിട്ടുണ്ട്, ബേബി ആയതിൻ്റെ പിന്നിൽ ബേബി ആവുകയാണ് എന്നുണ്ടെങ്കിൽ പിണറായിക്കിട്ട് ഒരു തിരുത്തൽ ഉണ്ടാകാൻ പതിയെ, ബേബി അങ്ങനെ പെട്ടെന്ന് കയറി പ്രതികരിക്കില്ല, ബേബി പതിയെ കാര്യം ഈ പറയുന്ന ഒരു പാർട്ടി പിടിക്കാനായി VS-നോടൊപ്പം നിന്ന് കളിച്ച ഒരാളാണ് ബേബി കൊല്ലത്തുകാരനാണ്. അപ്പോൾ ബേബിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു നീക്കം ബേബി നടത്തും, അത് ബേബിയുടെ ഒരു രീതിയാണ്. അപ്പോൾ ബേബി അത് പറയുന്നു, ഇങ്ങനെ തളിപ്പറമ്പിൽ പാർട്ടി സ്ഥാനാർത്ഥിത്വം നിശ്ചയിച്ചത് തെറ്റായിപ്പോയി, ബന്ധുത്വം P.K. ശ്യാമളയെ നിയമിച്ച്, അങ്ങനെ പാർട്ടിക്ക് അങ്ങനെ ഒരു ബന്ധുത്വം ഒന്നും ഇല്ല, വേറെ കഴിവുള്ളവരുണ്ടായിരുന്നു. അത് ജില്ലാ കമ്മിറ്റി പറഞ്ഞത് സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചു, ഇവരെ സ്ഥാനാർത്ഥിയാക്കി. അത് തെറ്റാണെന്ന് വീണ്ടും ജില്ലാ കമ്മിറ്റി പറഞ്ഞു, അതിനെ സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വ്യക്തിപരമായിട്ടൊന്നും ആരെയും പിന്നെ ഈ പറയുന്ന പോലെ ബേബി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരുത്തി ഗോവിന്ദനും പിണറായി. എന്നാൽ ഇത്തരത്തിൽ പിണറായിക്കെതിരെയും ഗോവിന്ദനെതിരെയും പറയാൻ പാർട്ടിക്കകത്ത് ഇപ്പോൾ ഒരു ശക്തി ഊരിത്തിരിഞ്ഞ് വരുന്നുണ്ട്. അത് M. സ്വരാജ്, KN. ബാലഗോപാൽ, P. രാജീവ് അടങ്ങുന്ന ഒരു യുവനിര, രണ്ടാം നേതൃനിര പൊങ്ങി വരുന്നുണ്ട്. യുവനിരയോ? ഇവരോ? അവരെ പോട്ടെ, അത് പറയാം. നമുക്കിപ്പം രാഷ്ട്രീയ പാർട്ടികളിൽ ഇപ്പോൾ 50 വയസ്സൊന്നും ഒരു ഇതല്ലല്ലോ, 50, 60, 70 വരെയും ചെറുപ്പമാണല്ലോ. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇങ്ങനെ യുവനിര, ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ പോട്ടെ, രണ്ടാം നിര എന്ന് പറയാം. ഈ രണ്ടാം നിര നേതാക്കൾ പൊങ്ങി വരുന്നുണ്ട്. കാര്യം അവരെ സംബന്ധിച്ച് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. മുഖ്യമന്ത്രിയുടെ മരുമകൻ ഇനി നേതാവായി വന്നു കഴിഞ്ഞാൽ ഇവർ ഇത്രയും കാലം വെള്ളം കോരിയത് വെറുതെയാവും. ഇപ്പം മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന നേതാവ്, മുഹമ്മദ് റിയാസ് ആദ്യത്തെ ടൈം MLA ആകുന്നു, ആദ്യത്തെ ടൈം ഏറ്റവും നല്ല 2 വകുപ്പിൻ്റെ മന്ത്രിയാകുന്നു. അപ്പോൾ ഇവർക്ക് എവിടെ പോയി? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടാം ചേരി പിണറായിക്കെതിരെയും ബേബിക്കല്ല ഗോവിന്ദനെതിരെയും ഉയർന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ മറുപക്ഷത്ത് കണ്ണൂർ പക്ഷത്ത് P.K. ശ്രീമതിയും EP. ജയരാജൻ അടങ്ങുന്ന ഒരു ടീം ഇവർക്ക് സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഇത് പിണറായിക്കും ഗോവിന്ദനും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഒരു സംഭവം, ഈ ഒരു തോൽവി ഉണ്ടായതിനെക്കുറിച്ച് പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഒരു പാർട്ടി പ്ലീനം വെക്കണമെന്ന് പറഞ്ഞു. സ്പെഷ്യൽ ഇതിപ്പോൾ മുൻകാലങ്ങളിൽ പിണറായി വിജയൻ VS പോരുണ്ടായ ഘട്ടത്തിൽ അപ്പോൾ എപ്പോഴും എതിർക്കപ്പെട്ടിരുന്നത് VS ആയിരുന്നു. അദ്ദേഹം ജനപക്ഷ നിലപാടുകൾ പാർട്ടി വിരുദ്ധമായി മാറ്റപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ വലിയ ജനപിന്തുണ ഉണ്ടായിരുന്നു, ജനപിന്തുണയുള്ള നേതാവായിരുന്നു. പക്ഷെ ഇവിടെ ഒരു വലിയൊരു വിഭാഗം പിണറായിക്കെതിരെ നീങ്ങുമ്പോൾ പിണറായി എന്തിൻ്റെ കരുത്തിലാണ് പിടിച്ചു നിൽക്കുക? അദ്ദേഹത്തിൻ്റെ ജനകീയ പിന്തുണ പാർട്ടിക്കുള്ളിൽ പോലും ലോക്കൽ കമ്മിറ്റി മുതൽ മുകളിലോട്ട് ബ്രാഞ്ച് കമ്മിറ്റി മുതൽ അങ്ങോട്ട് വിമർശിച്ചുകൊണ്ടിരിക്കുക പിണറായി വിജയനെ.
പിന്നെ അദ്ദേഹത്തിൻ്റെ ജനകീയത എത്രത്തോളം ഉണ്ടെന്ന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തെളിയിക്കപ്പെടുകയും ചെയ്തു. തൻ്റെ സുരക്ഷിത മണ്ഡലത്തിൽ പോലും ആദ്യത്തെ 6 റൗണ്ട് പിന്നോക്കം പോവുകയും ചെയ്തു. അതെ. അപ്പോൾ ഈ എതിർപ്പ്, പാർട്ടിക്കുള്ളിലുണ്ടാകുന്ന ഈ എതിർപ്പിനെ എന്തിൻ്റെ കരുത്തിലാണ് അദ്ദേഹം ഇനി നേരിടുക? അല്ല, അദ്ദേഹത്തിന് ഇനി കരുത്തില്ല. അദ്ദേഹത്തിന്റെ കരുത്ത് ചോർന്നു കഴിഞ്ഞു. അദ്ദേഹത്തിന് ഇനി പാർട്ടിക്കകത്ത് അദ്ദേഹം അല്ല, അങ്ങനെയാണെങ്കിൽ വളരെ ദുർബലനായ പിണറായി വിജയനെ വീണ്ടും എന്തിന് പ്രതിപക്ഷ ദുർബലനായിട്ടുള്ള പിണറായി തന്നെയാണ്. കഴിഞ്ഞ ദിവസം സഭയിലുണ്ടായ സംഭവം അറിഞ്ഞില്ലേ? ബാലഗോപാൽ പറഞ്ഞല്ലോ, അത് എന്തിനിത് പറഞ്ഞൂടെ, എന്തിനിത് കേട്ടോണ്ടിരിക്കണേ, നിങ്ങൾക്ക് ഇതിന് മറുപടി പറഞ്ഞൂടെ എന്ന് ബാലഗോപാൽ പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? ഇത്രയും കഴിപ്പണം കെട്ട ഒരാളിനെ എന്തിന് പ്രതിപക്ഷ നേതാവായി വെച്ചിരിക്കുന്നു എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. അപ്പം ഇതിനകത്ത് പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ് ശരിക്കും ശക്തി ക്ഷയിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ പാർട്ടി ഇനി എന്തിനാ അദ്ദേഹത്തിന് ഇങ്ങനെ ചുമക്കണം? ഇത് തുടക്കം മുതൽ തന്നെ ഈ ഇലക്ഷന് മുമ്പ് തന്നെ പലരും ഓൺലൈൻ മാധ്യമങ്ങളും അല്ലാതെ സാമൂഹ്യ മാധ്യമങ്ങളും പറഞ്ഞിരുന്നു പിണറായി കാരണമായിരിക്കും ഈ തോൽവി ഉണ്ടാകുക. നമ്മൾ ഒന്ന് എടുത്തു നോക്കിയാൽ ഓരോ നിയോജക മണ്ഡലത്തിലെയും MLA ഇവിടെ ഒന്നും ചെയ്യാത്തതുകൊണ്ടാണ്. ഇവിടുത്തെ ഇപ്പം കെ മുരളീധരൻ ജയിച്ച വട്ടിയൂർക്കാവ്, ഞാൻ താമസിക്കുന്ന സ്ഥലം, അവിടെ പ്രശാന്ത് എന്ന് പറയുന്ന MLA അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ഒരു MLA ആണ്. അതുപോലെ തന്നെ തെക്ക് ജില്ലയിൽ പലയിടത്തും IB സതീഷ് ഏറ്റവും നല്ല ഭംഗിയായിട്ട് കാട്ടാക്കടയിൽ അത്യാവശ്യം കാര്യങ്ങൾ ചെയ്തിരുന്നതാണ്. അവിടെ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒറ്റ വിരോധം കൊണ്ടാണ് ഈ കണ്ട ഈ 102 സീറ്റ് എന്ന് പറയുന്നത്. അതായത് VD സതീശൻ എപ്പോഴും സംസാരിക്കുമ്പോഴും ഞാൻ പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് എന്നെ പറയാൻ നിങ്ങൾ സമ്മതിച്ചിട്ടുണ്ടോ, എന്നെ സംസാരിക്കാൻ നിങ്ങൾ സമ്മതിച്ചിട്ടുണ്ടോ? ഇന്നിപ്പോൾ എൻ്റെ കൂടെ 102 പേരുണ്ട്, നിങ്ങൾക്കറിയാമോ എന്നാണ് VD സതീശൻ ചോദിക്കുന്നത്. ഈ 102 പേരെയും സംഭാവന ചെയ്ത വ്യക്തി ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന പഴയ മുഖ്യമന്ത്രിയാണ്. അത് പാർട്ടിക്ക് വൈകിയെങ്കിലും തിരിച്ചറിയാം. കാര്യം ബേബി അങ്ങനെയാണ്, ബേബിയുടെ ഓരോ മൂവ്മെൻറ്റ്സും ബേബി നീക്കുക. ബേബി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടേ കാര്യങ്ങൾ നീക്കിയിട്ടുള്ളൂ. കാര്യം പണ്ടും VS പാർട്ടി പിടിക്കുന്നതിൽ ഇതിപ്പോ നടക്കട്ടെ, ഒരു പരിധിവരെ പാർട്ടിക്കുള്ളിൽ ഇത്തരം ഒരു 2 ചേരികൾ ഉണ്ടാകുന്നത് ആ പാർട്ടിയുടെ ആരോഗ്യത്തിന് ഒരു പരിധിവരെ നല്ലതാണ്. പക്ഷെ നിലവിൽ അത്തരം ഒരു മത്സരത്തിന് വേദിയൊരുക്കാൻ പറ്റുന്ന സംഘടനാ ശക്തി അല്ലെങ്കിൽ ആരോഗ്യം നിലവിൽ CPM-നുണ്ടോ? കാരണം 35 സീറ്റായിട്ട് പരിമിതപ്പെട്ടു. ഇന്ത്യയിൽ ഒരിടത്തും ഭരണമില്ല. കേരളത്തിൽ തന്നെ ആയിരുന്നു ഏക ആശ്വാസ തുരുത്ത്. ഇനി ഒരു തിരിച്ചുവരവ് CPM-ന് സാധ്യമാണോ എന്ന് പോലും സംശയമാണ്. കാരണം ഒരു സാധാരണഗതിയിൽ അടുത്ത മുഖ്യമന്ത്രി ആകാൻ വേണ്ടിയുള്ള ആളാണല്ലോ പ്രതിപക്ഷ നേതാവ്. കാര്യം ഭരണപക്ഷത്തെ നിരന്തരം നേരിടുക. അതുകൊണ്ടുകൂടെ ഇപ്പോൾ VD സതീശൻ മുഖ്യമന്ത്രി ആയതുപോലെ വീണ്ടും പിണറായി വിജയനെ തന്നെ പ്രതിപക്ഷ നേതാവാക്കുക വഴി വീണ്ടും ജനം തിരസ്കരിച്ച ഒരു നേതാവിനെ പ്രതിപക്ഷ നേതാവാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ തിരുത്താൻ പാർട്ടി സജ്ജമല്ല, ഒരുക്കമല്ല. അപ്പോൾ പിന്നെ അകത്ത് ഇങ്ങനെ ഒരു സംഘർഷം കൂടി നടന്നാൽ ആ പാർട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും? അല്ല, ഉൾപാർട്ടി രാഷ്ട്രീയം എന്ന് പറയുന്നത് പ്രേം പറഞ്ഞ പോലെ കോൺഗ്രസിൽ തന്നെ എത്രയോ ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പെല്ലാം ഇപ്പം മാറി ഇപ്പോൾ 2 ഗ്രൂപ്പിൽ നിൽക്കുകയാണ്. KC വേണുഗോപാലും VD സതീശൻ ഗ്രൂപ്പും ഇല്ല. KC വേണുഗോപാൽ ആണിപ്പോൾ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഗ്രൂപ്പ്. ഈ CPM എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് കാലാകാലങ്ങളിൽ വിഭാഗീയത ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്ന് പറയുന്നത് എന്തുകൊണ്ട്, ഇപ്പം നിങ്ങൾ ചോദിച്ച പോലെ എന്തുകൊണ്ട് ഇദ്ദേഹത്തിനെ പ്രതിപക്ഷ നേതാവാക്കി വെച്ചു? പ്രതിപക്ഷ നേതാവാക്കി പിണറായി വിജയനെ ഇരുത്തിയിരിക്കുന്ന പോലും ഒരു ചെറിയ കവചമാണ് അദ്ദേഹത്തിന്. അദ്ദേഹത്തിനെതിരെ നിരവധി കേസുകൾ, അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെയുള്ള കേസുകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവെന്ന രീതിയിൽ അദ്ദേഹത്തിനെ കടന്നാക്രമിക്കരുത് എന്ന് കരുതിയിട്ട് പാർട്ടി തന്നെ ഒരുപക്ഷെ അദ്ദേഹത്തിനെ പ്രതിപക്ഷ നേതാവായി ED വന്നപ്പോൾ ആകെ ബഹളം ഉണ്ടാക്കി. എന്നിട്ട് വീണ മാസ്ക് ഇട്ട് പോയി ED ഓഫീസിൽ പോയി ഹാജരായല്ലോ. അല്ല, അതിനിപ്പോൾ അതിൻ്റെ നാൾ വഴികൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇങ്ങനെ കേസും കാര്യങ്ങളും ഉണ്ടാകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഒരു സംരക്ഷണം ആയിക്കോട്ടെ എന്ന് കരുതിയായിരിക്കാം ചിലപ്പോൾ അദ്ദേഹത്തിനെ ഈ പറയുന്ന രീതിയിൽ പ്രതിപക്ഷ നേതാവാക്കിയത്. പക്ഷേ ഇങ്ങനെ അതിൻ്റെ പിന്നിൽ മറ്റൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. കാരണം ഇവർ 35 സീറ്റ്, BJP 3 സീറ്റ് നേടി. അവരുടെ 3 സീറ്റ് ഒരു 30 സീറ്റിന് തുല്യമാണ്. കാര്യം അവർ ബിഗ് സീറോയിൽ നിന്ന് 3ലേക്ക് വന്നു. ഇവർ ഏതാണ്ട് 99 നിന്ന് 35ലേക്ക് താഴ്ന്നു. അപ്പോൾ യഥാർത്ഥ പ്രതിപക്ഷമാര് പോരാത്തതിന് BJPയുടെ തലമുതിർന്ന 2 നേതാക്കളും ഒരു നമ്മുടെ ചാത്തന്നൂർ MLA ഒരു ഗോപകുമാർ. അതെ. അപ്പോൾ യഥാർത്ഥ ആ ഒരു വെയിറ്റിന് കൗണ്ടർ വെയിറ്റ് ആകാൻ ഇപ്പുറത്ത് ഇടതുപക്ഷത്ത് ആരുമില്ല. ഇപ്പം പിണറായി വിജയൻ അല്ലാണ്ട് മറ്റാരും ഇല്ലാത്തൊരവസ്ഥ. ഇപ്പോൾ ബാലഗോപാൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അത് ഭരണപക്ഷത്തെ സമ്മർദ്ദത്തിലാക്കാൻ പറ്റുന്ന ഒരു ആർജവത്തോടെ അദ്ദേഹത്തിന് ഒരു എന്താ പറയുക വാക്ചാതുരി എന്നൊക്കെ പറയുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. പ്രേമ അത് ഒരാൾക്കൊരു അവസരം ഉണ്ടായാലേ പെർഫോം ചെയ്യോ ഇല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അല്ല, കഴിഞ്ഞ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു. അല്ല, അദ്ദേഹം പ്രതിപക്ഷ നേതാവായി പെർഫോം ചെയ്യോ ഇല്ലേ എന്നുള്ള കാര്യം ഇപ്പം ഞാൻ പറയട്ടെ, പഴയതുപോലെ ഇടതുമുന്നണി യോഗം പോലും ഈ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം കൂടിയിട്ട് പോലുമില്ല.
അത് നിങ്ങൾക്ക് അറിയാം. അത് ഇന്നലെ മാധ്യമപ്രവർത്തകർ വെച്ചപ്പോൾ പിണറായി വിജയൻ പറഞ്ഞ അതൊക്കെ കൂടും, LDF കൺവീനർക്ക് സുഖമില്ലായിരുന്നു, TP രാമകൃഷ്ണന് സുഖമില്ലായിരുന്നു, കൂടാതെ അവിടെ നിൽക്കട്ടെ, എങ്ങനെ തോറ്റു എന്നതിനെ കുറിച്ച് പോലും പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, അതിന്റെ പഠനം പോലും പൂർത്തി അത് തീർന്നിട്ടില്ല. അപ്പോൾ പാർട്ടി പ്ലീനം വേണമെന്ന് പറഞ്ഞ എന്തിനാണ്? ഇവർ രണ്ടുപേരെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്നും അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഇദ്ദേഹത്തെ മാറ്റണം. പാർട്ടി പ്ലീനം എന്ന് പറയുമ്പോൾ ചിലപ്പം ഒരു പ്ലീനം എന്ന് പറഞ്ഞൊരു സംസ്ഥാന സമ്മേളനത്തിന്റെ ഏതാണ്ട് അത്രയും പകുതി തന്നെ വരും. അത് വേണ്ടാന്ന് വെച്ചിട്ട് ഒരു സംസ്ഥാന സമ്മേളനം പോലെ, ഒരു പകുതി ഒരു സംസ്ഥാന സമ്മേളനം പോലെ ഈ ബ്രാഞ്ചിൽ നിന്നും ലോക്കലിൽ നിന്നും ഏരിയയിൽ നിന്നും കിട്ടിയ ഡേറ്റാസ് വെച്ച് അവരുടെ അഭിപ്രായങ്ങൾ വെച്ച് ക്രോഡീകരിച്ചുകൊണ്ട് ഒരു വലിയൊരു മീറ്റിംഗ് നമുക്ക് നടത്താം എന്ന രീതിയിലാണ് ഇവരുടെ ഇത് പോയത്. ആ തരത്തിലുള്ള ഒരു മീറ്റിംഗിലേക്ക് കൊണ്ട് ഒതുക്കി. ശരി, ഇവിടെ ഇപ്പോൾ രാജീവ് ഉണ്ട്, ബാലഗോപാലുണ്ട്, സ്വരാജ്, ഇവർ മൂന്നുമാണ് ഈ ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്ന നേതാക്കളെന്ന് പറഞ്ഞു. ഇവർക്ക് പാർട്ടി അണികളിൽ കിട്ടുന്ന ഒരു സ്വീകാര്യത എത്രയാണ്? സാധാരണ ഇപ്പോൾ നമ്മൾ പൊതുവിൽ അത് വിലയിരുത്തുക പൊതുയിടത്തിലല്ല, സോഷ്യൽ മീഡിയയിലാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ഈ മൂന്ന് നേതാക്കളും ഉണ്ടാകുന്ന ഈ ഒരു മുന്നേറ്റത്തിന് എത്രത്തോളം അവരുടെ ഇടയിൽ ഒരു പ്രതികരണം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്? ഇല്ല പ്രേമ, ഇവർക്ക് അങ്ങനെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനൊന്നും കഴിയില്ല. കാരണം കഴിഞ്ഞ ഭരണകാലത്ത് എന്തൊക്കെയാണോ പിണറായി ചെയ്ത് അതിൻ്റെ ഒരു തുടർച്ച കൂടെയൊക്കെ തന്നെയാണ് VD സതീശൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ MP രാജേഷ് എക്സൈസ് മന്ത്രി ആയിരുന്ന സമയത്ത് ബ്രൂവറി തുടങ്ങാനായിട്ട് പിന്നെ പാലക്കാട് സംഭവങ്ങൾ നീങ്ങിയതല്ലേ. എന്നിട്ട് അതിനെ അവിടുത്തെ ജനം എതിർത്തുകൊണ്ടല്ലേ നീക്കിയത്. എന്നിട്ട് ഇവർക്ക് എന്ത് യോഗ്യത? ബാക്കി ഇവർ ഈ പറയുന്ന ഇപ്പോഴത്തെ മദ്യനയത്തിന്റെ പേര് സംസാരിക്കുക ഇവർക്ക് എന്ത് യോഗ്യത? വെറും 20-25 PM ശ്രീ അടക്കം പറയേണ്ടി വരും. PM ശ്രീ അത് തന്നെ. എന്റെ ചോദ്യം അതല്ല, ഇപ്പോൾ ഒരു തെറ്റുതിരുത്തൽ നടപടിയുടെ ഭാഗമായിട്ട് ഒരു വിമതപക്ഷം അവിടെ രൂപപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് പാർട്ടിക്കുള്ളിൽ എത്രത്തോളം പിന്തുണ കിട്ടുന്നുണ്ട്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലടക്കം? അല്ല, പാർട്ടിക്കകത്ത് പിന്തുണ കിട്ടുന്നുണ്ടെന്ന് വെച്ചാൽ തലമുതിർന്ന നേതാവായിട്ടുള്ള EP ജയരാജൻ, P ജയരാജൻ, PK ശ്രീമതി തുടങ്ങിയുള്ളവരൊക്കെ പിണറായിക്കെതിരെയുള്ള ഒരു ശബ്ദമായിട്ട് കണ്ണൂരുന്നുണ്ട്. പിന്നെ പാർട്ടി CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടി ഇപ്പോൾ ഏറ്റവും ശക്തി, നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ 38 MLA-മാർ, 35 MLA-മാർ, ഈ 35 MLA-മാരുമായിട്ടാണ് ഇപ്പോൾ സഭയിലിരിക്കുന്നത്. ഈ 35 MLA-മാരായിട്ടിരിക്കുമ്പോൾ സംഘടനാ തലത്തിൽ ഏറ്റവും വലിയ തോൽവിയാണ് ഈ പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ ഇവർ എത്രത്തോളം അഭിമതരാണ് എന്ന് ചോദിച്ചാൽ, ഇവർ മന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന പെർഫോമൻസ്, ഇവർക്ക് ജനങ്ങൾക്കിടയിൽ എത്ര അഭിമതരാണ് എന്നൊക്കെയുള്ള നോക്കിയിട്ട് പാർട്ടിക്കകത്ത് ഇനി ഉണ്ടാവുള്ളൂ. കാര്യം തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരിക്കാനുണ്ടായ കാരണം CPM ആണെന്ന് CPM-നകത്ത് തന്നെ ആൾക്കാർക്ക് അറിയാം. ഇവിടെ ഈ 3 സീറ്റ് കിട്ടിയതും CPM എന്ന് പറയുന്ന പാർട്ടിയെ കൊണ്ട് ഉണ്ടായിട്ടാണ് BJPക്ക് 3 സീറ്റ് കിട്ടിയത്. CPM-നകത്തുണ്ടായ വിഷയങ്ങളാണിതെല്ലാം. അപ്പോൾ അതുകൊണ്ട് ഇവർ 3 പേരും വന്നു എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിക്ക് ഒരു അൽപായുസ് ഒന്നും അങ്ങനെയൊന്നും ഉണ്ടാവാനൊന്നും പോകുന്നില്ല, അല്ലെങ്കിൽ ഒരു ചെറിയ ബലം. ഇത് ഇനി അടിമുടി ഒരു മാറ്റം. കാരണം പല കാരണങ്ങൾ കൊണ്ട് ഇവരുടെ 10 കൊല്ലത്തെ ഭരണത്തിൻ്റെ ഫലമായി ഇവർ തന്നെ ചെയ്തു വെച്ച ഒരുപാട് ചെയ്ത്തുകളുടെ ഫലം അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് പോലും എന്തുകൊണ്ട് പത്മകുമാർ എന്ന് പറയുന്ന ഒരു നേതാവിനെ ഇവർക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ കഴിയുന്നില്ല? പാർട്ടി ഭയക്കുന്ന നിരവധി കാര്യങ്ങൾ, രഹസ്യങ്ങൾ പത്മകുമാർ വിളിച്ചു പറയും. പണ്ടൊക്കെ പ്രേമ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരാൾ പാർട്ടി അംഗത്വം, പാർട്ടി വിട്ട് CPM വിട്ട് BJP-യിലോട്ട് പോവുക, കോൺഗ്രസ് ആയിട്ട് പോയാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. BJP-യിലേക്ക് പോകുന്നതൊക്കെ വളരെ വലിയൊരു ഇതായിരുന്നു. എന്നാലും BJP പോയല്ലോ, ഇവിടെ ഏത് നിമിഷവും പത്മകുമാർ BJP-യിലേക്ക് പോകാം. പത്മകുമാർ എപ്പോഴും വേണം BJP-യിലേക്ക് പോകാം. പത്മകുമാർ BJP-യിൽ പോയാൽ BJP-യിൽ അത് ചെന്ന് കഴിഞ്ഞാൽ അത് ഈ രഹസ്യങ്ങളെല്ലാം വിളിച്ച് പറയും. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒന്നും ചെയ്യാത്തത്. ഒരു പത്മകുമാർ എന്നല്ല, അനേകം പത്മകുമാറുമാർ ഈ പാർട്ടിക്കകത്തുണ്ട്. ഈ പാർട്ടിക്ക് തള്ളാനും കൊള്ളാനും കഴിയാത്ത രീതിയിൽ. അതിൻ്റെ ഒക്കെ കാരണക്കാർ ഈ പിണറായി വിജയനാണ്.